ഒരുപാട് കാലം ഒരേ രീതി തുടർന്നു വന്നതിന് ശേഷം ഒരു വ്യത്യസ്തത അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, പ്രത്യേകിച്ചും ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആവണം ഇന്ന് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്കും ഒരുപാട് പുതിയ രീതികൾ അവലംബിക്കുന്നതിനുമൊക്കെ മുതിരാറുണ്ട്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ പരീക്ഷണങ്ങൾ ഒരു നല്ല വശം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പഴമയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ വ്യത്യസ്തതയ്ക്ക് ഇന്ന് കാരണമാകുന്നത്. ഒരുപാട് പ്രകൃതി ഭോജനശാലകൾ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലുമുണ്ട്. തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ചിട്ടകളെക്കുറിച്ചും ആഹാര ക്രമീകരണത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണയോടെ പുതിയ പുതിയ പാചക വിധികൾ, പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ പാചകം ചെയ്ത് സ്വാദേറിയ വിഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരുപാട് പ്രകൃതി ഭോജനശാലകൾ. കദളീവനത്തിലെ ഓരോ വിഭവവും എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വ്യത്യസ്തത കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് പ്രകൃതി ഭോജനങ്ങൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മലയാളികൾക്ക് ഒരു ശീലം അനുവർത്തിച്ച് വരുന്ന മലയാളിക്ക് പെട്ടെന്നൊരു മാറ്റം, ഈ ഒരു രീതിയിലൊരു മാറ്റം ചിലപ്പം അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ കദളീവനത്തിൻ്റെ വിജയം കാണിച്ചു തരുന്നത് അതുതന്നെയാണ്, ഈ പ്രത്യേകത തന്നെയാണ് കദളീവനത്തിൻ്റെ ആഹാരങ്ങൾക്കുമുള്ളത്. തീർച്ചയായും ഓരോ വിഭവവും, അതായത് തവിടധികം കളയാതെയുള്ള അരി കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ, നിറം കൊണ്ട് തന്നെ വ്യത്യസ്തമായ പുട്ടും ഇടിയപ്പവും ഒക്കെ, അതുകൊണ്ട് തന്നെ ഓരോ മലയാളിയും സ്വാദോടെ തന്നെ ഈ ആഹാരങ്ങളും, അതായത് നമ്മൾ രാവിലെ കാപ്പി കുടിക്കുക എന്ന് പറയുന്നു, അത് വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് കദളീവനത്തിലും നടക്കാറുള്ളത്. തീർച്ചയായും ഈ ഒരു പുതിയ പരീക്ഷണത്തെക്കുറിച്ച്, പുട്ടിനെക്കുറിച്ച്, കദളീവനത്തിലെ പ്രത്യേക രീതിയിലുള്ള പുട്ടിനെക്കുറിച്ച് നമുക്കിനി അറിയാം. കൈപ്പുണ്യം. അടുക്കളയാണ് ആശുപത്രി, വീട്ടമ്മയാണ് ഡോക്ടർ, ഭക്ഷണമാണ് ഔഷധം, ആരോഗ്യമാണ് സമ്പത്ത്. ഇത് അന്വർത്ഥമാവുകയാണ് പ്രകൃതി ഭോജനശാലയായ കദളീവനത്തിൽ. മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കദളീവനം ഭക്ഷണ രീതിയിലും പാചക രീതിയിലും സ്വാദിലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുമ്പോൾ ഇവിടെ രുചിഭേദങ്ങളുടെ കൈപുണ്യം നമ്മൾ അറിയുന്നു. നമ്മുടെ ജനതയ്ക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് കദളീവനം. കദളീവനം ഈ മനുഷ്യരാശിയുടെ മൊത്തം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ഭക്ഷണ സംസ്കാരമാണ് വാർത്തെടുക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഇലകളും വിത്തുകളും അതിൻ്റെ യോജിപ്പിനും വിയോജിപ്പിനും അനുസരിച്ചാണ് കദളീവനത്തിൽ ഭക്ഷണക്രമം തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളികളുടെ തീന്മേശയിൽ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പുട്ടും കടലക്കറിയും. ഈ പുട്ടും കടലക്കറിയും എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആവശ്യത്തിന് പൊടിയെടുത്ത് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നനയ്ക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഴയ കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന നേരം മുളംകുറ്റിയിലാണ് നമ്മൾ പുട്ട് ഇവിടെ തയ്യാറാക്കുന്നത്. മുളംകുറ്റിയും ചെമ്പ് കുടവുമാണ്. അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന വൈറ്റമിനുകളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല, ശരീരത്തിന് ഹാനികരമായ വിഷാംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നനച്ചെടുത്ത ഈ പൊടിയും നമ്മുടെ ഈ മുളംകുറ്റിയിൽ നിറയ്ക്കുന്നു. ആവശ്യത്തിന് തേങ്ങായും ചേർക്കുന്നു. തേങ്ങായും ചേർത്ത് മുളംകുറ്റിയിൽ നിറച്ചത് നമ്മൾ അടുപ്പിൽ വയ്ക്കുന്നു. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ആവി കയറിയിട്ടുണ്ട്. നമ്മളുടെ പുട്ട് റെഡിയാണ്. സാധാരണ നമ്മൾ പുട്ടും കടലക്കറിയും നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. പക്ഷേ ഈ പുട്ടും കടലക്കറിയും കഴിച്ചു കഴിയുമ്പോൾ സാധാരണയായി ഈ ആൾക്കാർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്, ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അപ്പം അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച കടലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പുട്ടിൻ്റെയും കടലക്കറിയുടെയും ശരിയായ ഒരു കോമ്പിനേഷൻ ഈ മുളപ്പിച്ച കടലക്കറിയാണ്. സാധാരണയായി നമുക്കൊരു സംശയം തോന്നാം, എങ്ങനെയാണ് കടല മുളപ്പിക്കുന്നതെന്ന്. കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക.
അതിനുശേഷം ഈ കടല എടുത്ത് കുട്ടയിലോ എന്തെങ്കിലും പാത്രങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇതേ കടല ഒരു ദിവസം കൊണ്ട് ഇത് മുളച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് കടല മുളപ്പിക്കുന്നത്. മുളപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന കടല എടുക്കുക. കടല കഴുകിയത് നന്നായി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഈ നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കുക. കടല നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഉപയോഗിക്കാം. നമുക്ക് അരപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങായും പച്ചമുളകും അരച്ചതും സ്വല്പം മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമല്ലിയുമാണ് ചേർക്കുന്നത്. ഈ അരപ്പും ചേർത്ത് ഈ കടല വെന്ത് പാകുമ്പോൾ ഈ അരപ്പ് ചേർത്ത് വാങ്ങി ചെറു ചൂടോടെ ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ കടലക്കറിയും റെഡിയായി. താരാട്ടുപാട്ടിൻ്റെ ഈണം ത്യാഗസമ്പൂർണ സ്വരൂപം നീട്ടിയ നെയ്ത്തിരിനാളം വീടിൻ വിളക്കു വീട്ടമ്മ വീടിൻ വിളക്കു വീട്ടമ്മ. എങ്ങും നിറഞ്ഞു ജ്വലിക്കും കാലകർമ്മക്കരുത്തിൻ ഹിമാദ്രി സർവം സഹിക്കും ധരിത്രി നന്മ തിങ്ങും വിളക്കു വീട്ടമ്മ നന്മ തിങ്ങും വിളക്കു വീട്ടമ്മ.